എല്ലാവർക്കും നമസ്കാരം. കേരളം ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ശക്തമായ ഒരു സമരം അടുത്തിടെയെങ്ങും കണ്ടിട്ടുണ്ടാവില്ല. സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കുറെയധികം സ്ത്രീകൾ കഴിഞ്ഞ ഒരു മാസമായി സമരത്തിലാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ശമ്പളം ഞങ്ങൾക്ക് കൃത്യമായി തരണം, കുറച്ചുകൂടി തരേണ്ടതുണ്ട്, ഞങ്ങൾ അത്രയധികം പണിയെടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷയില്ല, അതുകൊണ്ട് തന്നെ റിട്ടയർഡ് ആവുന്ന സമയത്ത് അല്ലെ പെൻഷൻ എന്ന പോലെ ഇതിനകത്തുനിന്ന് വിരമിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് പൈസ കൂടി തന്ന് സഹായിക്കണം. ഇത് ഒരു ഇന്ത്യയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏതൊരു പൗരന്റെയും പണിയെടുക്കുന്ന ഏതൊരു പൗരന്റെയും അടിസ്ഥാന ആവശ്യമാണ്. ശ്രീത്ത് പണിക്കർ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആശാ വർക്കർമാരുടെ സമരത്തെ കുറിച്ചാണ്. സർ നമസ്കാരം. നമസ്കാരം. ശ്രീജിത്ത് പണിക്കർ, എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. കേരളത്തിലെ ആശാ വർക്കർമാർ കഴിഞ്ഞ ഒരു മാസമായി, കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് അവരുടെ സമരം ആരംഭിക്കുന്നത്. ഒരു മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. ഇവരുടെ ശമ്പള കുടിശ്ശിക സംസ്ഥാന സർക്കാർ തീർത്തു കൊടുത്തിട്ടുണ്ട്. 3 മാസത്തെ ശമ്പള കുടിശ്ശിക ഇവർ സമരം നടത്തിയ ഒരാഴ്ചക്കുള്ളിൽ തീർത്തു. പക്ഷെ ഇവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഞങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കണം, അതൊരു 21,000 രൂപയെങ്കിലും ആക്കണം. പ്രയാധിക്യ മൂലം ഇതിൽ നിന്നൊക്കെ മാറുന്ന സാഹചര്യത്തിൽ മറ്റൊരു സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപയും കൂടി തന്ന് ഞങ്ങളുടെ പിന്നീടുള്ള ലൈഫിൽ ഒരു സെക്യൂരിറ്റി ഉറപ്പാക്കണം എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ സമരത്തിനിരിക്കുന്നത്. എന്നാൽ കേരളം ഭരിക്കുന്ന CPM ഈ സമരത്തെ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇവരുടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ശരിയല്ല എന്നും പാട്ടുകൂട്ടിയ സമരമാണെന്നും പറയുന്ന ഒരു വശം. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇവർക്ക് ഫണ്ട് കിട്ടാത്തത് എന്ന ചോദ്യത്തിന് മറുപടിയായി അത് കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഉൾപ്പെടെ സംസാരിക്കുന്നു. എന്നാൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗതി എന്ന് പറയുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിക്കുന്നു. അതായത് സംസാരിച്ചതിന്റെ ഭാഗമായി വേതനം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, ഇതുവരെ കേരളം യൂട്ടിലിറ്റി സർട്ടിഫിക്കേഷൻ അല്ലെ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല എന്നൊരു ആരോപണവും പറയുന്നുണ്ട്. സത്യത്തിൽ ശ്രീജിത്ത് പണിക്കർ, ഇത് ആരാണ് കള്ളം പറയുന്നത്? കേന്ദ്രമാണോ കേരളമാണോ? മനുജ, ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രാഥമികമായി പരിഗണിക്കേണ്ടത് ഇവരുയർത്തുന്ന ആവശ്യം ലെജിറ്റിമേറ്റ് ആണോ എന്നുള്ളതാണ്. ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സേവനം, അത് നേരത്തെ കേവലം ഒരു സേവനം എന്ന രീതിയിൽ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അവരുടെ ഒരു മറ്റൊരു ജോലിക്കും പോകാൻ കഴിയാതെ ഫുൾ ടൈം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്ക് അവരുടെ ജോലിയുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടൈം എംപ്ലോയി എന്ന രീതിയിലത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു പോസ്റ്റാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഒരു പാർട്ട് ടൈമായിട്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാരുണ്ട് എങ്കിലും കേരളത്തിൽ അത് ഏതാണ്ട് ഫുൾ ടൈം ജോബായി മാറിയിട്ട് കുറേ കാലമായി. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതല്ലേ, അത് ആനുപാതികമായി വർദ്ധിപ്പിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിലവിൽ അവർക്ക് കിട്ടുന്നത് സംസ്ഥാനത്തിൻ്റെ ഷെയറായിട്ട് വരുന്നത് ഏതാണ്ട് ഒരു 7,000 രൂപയും കേന്ദ്രത്തിൻ്റേത് ഏതാണ്ട് ഒരു 3,000 രൂപയും, അതിലൊരു ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് 2,000 രൂപയാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 9,000 രൂപയാണ് ഒരാളിന് ഒരു മാസമുള്ള എലിജിബിലിറ്റി എങ്കിൽ 30 ദിവസവും ജോലി ചെയ്താൽ പോലും പ്രതിദിനം അവർക്ക് ഏതാണ്ട് 300 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അവർ നമ്മുടെ ആരോഗ്യരംഗത്തിന് നൽകുന്ന സംഭാവന എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. കാരണം നമ്മൾ ആരോഗ്യരംഗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമാണ് എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ ആ ക്ലെയിമിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇവരാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ശ്രീ JP നഡ്ഡ തന്നെ രാജ്യസഭയിൽ പ്രസ്താവിച്ചതുപോലെ ഇവരെ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ ഇവരുടെ സമഗ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൗൺസിലിംഗ്, ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ വഴി മെറ്റേണൽ മോർട്ടാലിറ്റി കുറച്ചിട്ടുണ്ട്. അതുകൂടാതെ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഉണ്ട്, അത് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട അവരുടെ മോർട്ടാലിറ്റി, അത് പലപ്പോഴും പോഷകാഹാരം കിട്ടാത്തത് കൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇത് ആവശ്യമുള്ളത് എന്നതിനെപ്പറ്റി കൃത്യമായി സർവേ നടത്തി അതിൻ്റെ കണക്കുകൾ ബോധിപ്പിച്ച് അവർക്ക് പോഷക ആഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആശാ വർക്കർമാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഭാവി ഭാരതത്തിൻ്റെ ആരോഗ്യമാണ്. അപ്പോൾ അങ്ങനെ ആ ആരോഗ്യം സംരക്ഷിക്കുന്നത് വഴി ഭാവി ഭാരതത്തിനെ തന്നെ സുരക്ഷിതമാക്കുന്ന രീതിയിലത്തേക്കുള്ള നിസ്തുലമായിട്ടുള്ള സേവനമാണ് ഇവരുടേത്. ആ ജോലിക്ക് കേവലം പ്രതിദിനം ഫുൾ ടൈം എംപ്ലോയി ആയി നിൽക്കുമ്പോൾ ഒരു അവധി പോലും എടുത്തില്ല എങ്കിൽ പ്രതിദിനം 300 രൂപ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 4 ഇരട്ടിയിലധികം സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ഒരാളിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് മറക്കാൻ കഴിയില്ല. അപ്പോൾ നിശ്ചയമായിട്ടും ഇവരുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരാവശ്യമുണ്ട്. അപ്പോൾ ന്യായമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. വളരെ ചെറിയ വേതനമാണ് കിട്ടുന്നത് എങ്കിൽ പോലും അത് പലപ്പോഴും കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നില്ല. ഇതിനെ വർദ്ധിപ്പിച്ചിട്ട് 21,000 രൂപയാക്കുക. 21,000 രൂപ എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഈ 30 ഡേയ്സിൻ്റെ ഫുൾ ടൈം ഇക്വലൻ്റ് നോക്കിക്കഴിഞ്ഞാൽ 700 രൂപയാകുന്നുള്ളൂ
എന്നാലോചിച്ച് നോക്കണം. ശരി, 21,000 രൂപ. പിന്നെ ഇവർക്ക് പ്രായമായി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഒരു സേവറൻസ് ബെനിഫിറ്റ് പോലെ ഒരു 5 ലക്ഷം രൂപ എന്ന രീതിയിലേക്ക് കൊടുക്കുക, മറ്റ് ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ അങ്ങേയറ്റം ന്യായമായിട്ടുള്ള കാര്യമാണ്. ഏതാണ്ട് 26,000-ൽ പരം ആശാ വർക്കർമാരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ന്യായമായതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് നമുക്ക് തന്നെ വളരെ പാൽപ്പബിൾ ആയിട്ടുള്ളതാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അവരുടെ ഡിമാൻഡ് ലെജിറ്റിമേറ്റ് ആണ് 100%. അപ്പോൾ അത് പിന്നീട് ആരാണ് നൽകേണ്ടത്? നമുക്കറിയാവുന്നതുപോലെ ഇവരുടെ സാലറി ആയിട്ടല്ല, പകരം ഒരു റെമ്യൂണറേഷൻ എന്ന രീതിയിലത്തേക്ക്, ഒരു പ്രതിഫലം എന്ന രീതിയിലത്തേക്ക് കൊടുക്കുന്നു. ഫിക്സ്ഡ് കമ്പോണൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ വേരിയബിൾ ആയിട്ടുള്ള ഒരു ഇൻസെൻറ്റീവും ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നതിൽ 2 ഗവൺമെൻറ്റുകൾക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്. കേന്ദ്ര സർക്കാരിനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്. ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ സംസ്ഥാന സർക്കാരിൻ്റെതാണ്, കേന്ദ്ര സർക്കാരിൻ്റെത് ചെറിയൊരു ഇൻസെൻറ്റീവ് മാത്രമാണ്. അപ്പോൾ ഇത് രണ്ടിലും ആനുപാതികമായിട്ടുള്ള വർധന ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ, ഇവരുടെ ഡിമാൻഡുകൾ കൃത്യമായി കേൾക്കുകയും അത് പരിഗണിക്കുകയും ചെയ്യേണ്ടത് കേരള സർക്കാരുമാണ്, കേന്ദ്ര സർക്കാരുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് അതായത് പാർലമെൻറ്റിൽ, ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും ഒക്കെ തന്നെ ഇത് അവതരിപ്പിക്കപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചോദിക്കുന്നു. ആ സമയത്താണ് മന്ത്രി JP നഡ്ഡ യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കും അടിസ്ഥാനം നൽകാതെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് റിവൈസ് ചെയ്യപ്പെടും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, NHMൻ്റെ ഭാഗമായിട്ടുള്ള മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് ഉണ്ട്, അതാണ് ഇതിലെ ഹയസ്റ്റ് അതോറിറ്റി. ആ ബോഡിയുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ച കൂടിയിരുന്നു. എന്നിട്ട് ഇവരുടെ ഫൈനാൻഷ്യൽ പാർട്ട് എൻഹാൻസ് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതിനുള്ള പെർമിഷൻ നൽകിയിട്ടുണ്ട് എന്നാണ്. അതപ്പോൾ ഈ MSG എന്ന് പറയുന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് ഇവരുടെ വേതന വ്യവസ്ഥകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ആ ഫൈനാൻഷ്യൽ പാർട്ട് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പിന്നീട് ഒരു ഓർഡറായിട്ട് വരിക, എത്രയാണ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാൻ ഇന്ത്യ തീരുമാനമാണ്, അത് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗം അത് അവർ ദാറ്റ് ഈസ് ടേക്കൺ കെയർ ഓഫ് എന്ന് നമുക്ക് പറയാം. അത് എത്രത്തോളം വർദ്ധിക്കുന്നുണ്ട് എന്ന കാര്യത്തിനെ പറ്റി നമുക്കറിയില്ല. കാരണം ഇപ്പോൾ 2,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപ കിട്ടുമ്പോൾ അത് 50% വർദ്ധിപ്പിച്ചാൽ പോലും ഏതാണ്ട് 1,000 അല്ലെങ്കിൽ 1,500 രൂപ മാത്രമാണ് പ്രതിമാസം വർദ്ധിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് അവരുടെ ആവശ്യം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുകയുമില്ല. എങ്കിലും ഇവിടെ നിർബന്ധമായും ചെയ്യേണ്ടത് സംസ്ഥാനത്തിൻ്റെ കമ്പോണൻറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവരുടെ സമരത്തിനോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. കാരണം ഇവരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് പലരും ശ്രമിച്ചു. ഇവർ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ആരും വന്നിട്ടില്ല എന്ന് മന്ത്രി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. തങ്ങളോട് മോശമായിട്ടുള്ള പ്രതികരണമാണ് മന്ത്രിയുടെ വീട്ടിൽ നിന്നുണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഡിസോൺ ചെയ്യുകയാണ് മന്ത്രി ചെയ്തിരുന്നത്. എളമരം കരീമിനെ പോലെ നിരവധി സമരങ്ങൾ നടത്തി ജയിപ്പിച്ചിട്ടുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് പാട്ടകൊട്ടലുകാരുടെ സമരമാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. പിന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ് എന്ന് പറഞ്ഞു. CITU നേതാവായിട്ടുള്ള ശ്രീ KN ഗോപിനാഥ് സുരേഷ് ഗോപി അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉമ്മ കൊടുക്കുന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീകളെ അടക്കം ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. പിന്നെ CITUവിൻ്റെ തന്നെ ദേശീയ ഭാരവാഹികളായിട്ടുള്ള പലരും, അതിൽ എനിക്ക് കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ, ദേശാഭിമാനിയിലൊക്കെ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സമരമാണ് എന്നാണ്. അതായത് ആശാവർക്കർമാർക്ക് നിലവിൽ സമരം ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതയും ഇവിടെ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതേ CITU തന്നെ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആശാവർക്കർമാരുടെ വേതനം കൂട്ടണമെന്നും 21,000 രൂപയാക്കണമെന്നും ഒക്കെ പറഞ്ഞ് സമരം നയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കേരളത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് ഇത് അനാവശ്യമായിട്ടുള്ള ഡിമാൻഡും കേരളത്തിന് പുറത്തു പോകുന്ന സമയത്ത് ന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡുമായി മാറുന്ന ഒരു വലിയ വൈജാത്യം നമ്മളത് CITUവിൻ്റെ അഭിപ്രായത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ ഇനി പ്രധാനം സംസ്ഥാന സർക്കാർ ഇതിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള വിവരങ്ങൾ പറയുന്നതിനാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്നത്. ആദ്യം തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഓണറേറിയം ഇവർക്ക് നൽകുന്നത് കേരളമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് അത് തെറ്റാണ്, അത് നുണയാണ്. അത് നിയമസഭയുടെ ഉള്ളിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവകാശ ലംഘനമായിട്ട് പറയാം, സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ട് പറയാം. കാരണം ആരോഗ്യമന്ത്രി പറയുന്ന സമയത്ത് ഒരു സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ആ കാര്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതില്ലാത്ത രീതിയിലാണ് അവർ പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്കല്ലേ അത് വരിക. കേരളം 6,000 7,000 രൂപ കൊടുത്താൽ 10,000 രൂപ, അതായത് കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവ് അടക്കം കൊടുക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവ് എത്രയാണോ കൊടുക്കേണ്ടത്, അപ്പോൾ ടോട്ടൽ എത്രയാകുമോ അത് 10,000 ആണെങ്കിൽ ആ 10,000-ഉം സ്റ്റേറ്റിൻ്റെ ഷെയർ ആയിട്ട് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. സിക്കിമിൽ ഇതേപോലെ തന്നെ 6,000 രൂപയായിരുന്നതിനെ അവർ 10,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുണ്ട്. അതുകൂടാതെ പാർലമെൻറ്റിൽ 2 കേന്ദ്രമന്ത്രിമാർ 2 അവസരങ്ങളിൽ ഈ സമയത്തുമല്ല, ഒരു വർഷ കാലയളവിനുള്ളിൽ
പറഞ്ഞിട്ടുണ്ട് സിക്കിമിൽ ഇത് 10,000 രൂപയാക്കിയിട്ടുണ്ട് എന്ന്. നമ്മുടെ നാട്ടിലെ തന്നെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം സിക്കിമിലുള്ള ആശാവർക്കർമാരുടെ അസോസിയേഷന്റെ നേതൃനിരയിലുള്ള ഒരാളുമായി ടെലിഫോൺ സംഭാഷണം നടത്തി ഇത് സ്ഥിരീകരിച്ച് വാർത്ത കൊടുത്തതുമാണ്. അപ്പോൾ 2 സംസ്ഥാനങ്ങളിലെങ്കിലും ചുരുങ്ങിയത് കേരളം നൽകുന്നതിനേക്കാൾ 30% കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത അവിടെ ഇരിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എന്ന്. എന്നിട്ട് ആ പ്രസ്താവനയെ പിന്നെയും അത് തന്നെയാണ് വസ്തുത എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുന്നതിനാണ് മന്ത്രി ശ്രമിക്കുന്നത്. ഇനി അത് കൂടാതെ മന്ത്രി പറയുന്നതിലെ ഏറ്റവും വലിയൊരു പൊള്ളത്തരം എന്ന് പറയുന്നത് കേന്ദ്രം നൽകാനുള്ള പണത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം JP നഡ്ഡ രാജ്യസഭയിൽ നമ്മുടെ CPI നിന്നുള്ള ശ്രീ സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഒന്നും ഈ ഒരു പോയിന്റിൽ നമുക്ക് കേരളത്തിന് കൊടുക്കാനില്ല എന്നാണ്. അതായത് ഒരു ഡ്യൂ പോലും പെൻഡിങ് അല്ല, കൃത്യമായിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് ഇതുവരെയുള്ള പണം എല്ലാം തന്നെ കൊടുത്ത് തീർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സംസ്ഥാനത്തെ മന്ത്രി പറയുന്നത് ഏതാണ്ട് 800 കോടിയിലധികം രൂപയാണ് കേന്ദ്രം തരാനുണ്ടായിരുന്നത്. അതിൽ 189.15 കോടി രൂപ മാത്രമേ തന്നിട്ടുള്ളൂ. അത് കൈൻഡ് ഗ്രാന്റ്, ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ്. ബാക്കി ഇനിയും 600 ചില്ലുവാനം കോടി ഇനി കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 600 ചില്ലുവാനം കോടി എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പുറത്തു വെച്ചിട്ടുണ്ട് എന്നും ആ കണക്കിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അടക്കം കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട് എന്നും പറയുമ്പോൾ ഇത് ഏത് ഫൈനാൻഷ്യൽ ഇയറിലേതാണ് എന്നതാണ് പ്രധാനം. ഇപ്പോൾ പറയുന്നതനുസരിച്ചിട്ട് മുൻപത്തെ ഫൈനാൻഷ്യൽ ഇയറിലാണ്. ഈ മുൻപത്തെ ഫൈനാൻഷ്യൽ ഇയറിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാവുകയും കേന്ദ്ര സർക്കാരിന്റെ അസിസ്റ്റൻസോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിലേക്ക് മാറ്റുക എന്നുള്ള കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഒന്നടങ്കം ഈ ഒരു പദ്ധതിയുടെ ഈ ഒരു സ്കീമിന്റെ കീഴിൽ വരുന്ന കേന്ദ്ര സർക്കാരിന്റെ അസിസ്റ്റൻസ് ഉള്ള ഇത്തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഈ ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന രീതിയിലേക്ക് ബ്രാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതി കേന്ദ്രത്തിന് ഉണ്ടായിരുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില സ്ലോഗൻസ് ഉണ്ട്. ഇപ്പോൾ എന്താണ് ആരോഗ്യം പരമം ധനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സ്ലോഗൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ പ്രോമിനൻ്റ് ആയിട്ട് 2 ഭാഷകളിലെങ്കിലും ഡിസ്പ്ലേ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സംസ്ഥാനം ഇതിന് എതിർവാദം ഉന്നയിച്ചത്. ആരോഗ്യം പരമം ധനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് റെലവൻ്റ് അല്ലാതിരിക്കുക എന്നെനിക്ക് മനസ്സിലാവില്ല. നമ്മൾ തന്നെ പറയുന്നുണ്ടല്ലോ, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് വിദ്യയെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ വിദ്യ നേടുന്നതിന് ആരോഗ്യമുള്ള ഒരു മനസ്സിന്, ആരോഗ്യമുള്ള ഒരു ശരീരം ആവശ്യമാണ് എന്ന് പണ്ട് മുതൽ തന്നെ ആ ഒരു വിശ്വാസ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ആരോഗ്യം പ്രധാനമല്ലാത്തത്, അല്ലെങ്കിൽ ആരോഗ്യം പ്രഥമം ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? എന്ത് ഡിഫറൻ്റ് ആണ് നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്നതിനെപ്പറ്റി വിശദീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അതേപോലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിൽ, ഈ മന്ദിർ എന്ന് കിടക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഇതിനെയൊക്കെ തന്നെ നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റുമായിട്ട് ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായി എതിർക്കുന്നതിനാണ് തയ്യാറായത്. പക്ഷെ ആ സമയത്ത് വളരെ കൃത്യമായിട്ട് കേന്ദ്രം പറയുന്നുണ്ട്, ഇതിന് കംപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഫൈനാൻഷ്യൽ ഇയറിലെ അസിസ്റ്റൻസ് അവകാശപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളിവിടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസുമായിട്ട് നിങ്ങൾ കംപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ പണം നഷ്ടപ്പെടും. ഈ പണം നഷ്ടപ്പെടും എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ആൾക്കാരായിരുന്നു ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ കുറേ റെസിസ്റ്റൻസ് ഒക്കെ നടത്തി അവസാനം ഈ ഫൈനാൻഷ്യൽ ഇയർ എല്ലാം പോയി. അതിനുശേഷം നമ്മൾ തീരുമാനിക്കുകയാണ് ശരി റീബ്രാൻഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും ആയുഷ്മാൻ ആരോഗ്യ മന്ത്രമായിട്ട് മാറി. അപ്പോൾ എന്തിനായിരുന്നു നമ്മൾ പിടിവാശി കാണിച്ചത്? അപ്പോൾ അവസാനം കേന്ദ്രം പറയുന്ന ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ പാലിക്കാനായിട്ട് നമ്മൾ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം നമ്മൾ ഇതിനെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രാക്കുകയും ആരോഗ്യം പരമം ധനം എന്നതിനെയൊക്കെ തന്നെ നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്തുള്ള പണമാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അതാണ് ഇനി കിട്ടേണ്ടത് എന്ന്. പലപ്പോഴും ഇത്തരത്തിൽ അനുവദിക്കപ്പെടുന്ന പണത്തിന് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ യൂട്ടിലൈസേഷൻ പീരീഡ് പറയുന്നുണ്ടാകും. ആ സമയത്തിനുള്ളിൽ അത് ചെലവഴിച്ച് അതിൻ്റെ ഗൈഡ് ലൈൻസിന് കംപ്ലൈ ചെയ്തതിന് ശേഷം യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ആ പണം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ലാപ്സാകുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്ന സമയത്ത് പോലും നമ്മുടെ പിടിവാശിയുമായി നിന്നതിന് ശേഷം അവസാനം ആ പിടിവാശിയെയും വിട്ട് കേന്ദ്രം പറയുന്ന വഴിയിലേക്ക് പോവുകയും ചെയ്ത് അത് ലാപ്സാക്കി കളയുകയും ചെയ്തിരിക്കുന്ന ഉത്തരവാദിത്തമില്ലായ്മയാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഈ പണം കിട്ടിയേ പറ്റൂ, അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേന്ദ്രം കൊടുക്കുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ നിയമപ്രകാരം അത് കിട്ടാനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് നിലവിലുള്ള ഗൈഡ് ലൈനുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഈ കേരളം പലപ്പോഴും കാണിക്കുന്ന ഒരു തട്ടിപ്പാണ്. ആൾക്കാരോട് കേന്ദ്ര സർക്കാർ നമ്മളെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നതിന് ഇവരുപയോഗിക്കുന്ന പല മാർഗങ്ങളിലൊന്നാണിത്.
അതായത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു യൂട്ടിലൈസേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. ആ പീരീഡിൽ നമുക്ക് വേണ്ടുന്ന ചില കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. ആ കംപ്ലയിൻസിനെ നമ്മൾ ചെയ്യാതെ വയലേറ്റ് ചെയ്തതിന് ശേഷം ആ പീരീഡിൽ ഇത്ര പണത്തിൽ ലാപ്സ് ആക്കിയതിനു ശേഷം ഇവിടെ 636.88 കോടി രൂപയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന്റെ പണം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം, വ്യവസ്ഥകൾ പ്രകാരം, ചട്ടപ്രകാരം നിങ്ങൾക്കത് കിട്ടാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം. സമാനമായിട്ട് തൊട്ടു മുമ്പ് GST കോമ്പൻസേഷന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇതേ നടപടി തന്നെയാണ് സ്വീകരിച്ചത്. GST കോമ്പൻസേഷൻ എത്ര ശതമാനം വരുന്ന സംസ്ഥാനങ്ങൾക്കാണ് അത് കിട്ടുക, ഏത് സമയം മുതലാണ് അത് കിട്ടാതിരിക്കുക, ഏത് സമയം മുതൽ നമ്മുടെ നികുതി പിരിവ് ഉയർത്തിക്കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഗൈഡ് ലൈനുകൾ ഉണ്ടായിരിക്കെ GST കൗൺസിലിൽ കേരളത്തിന്റെ ധനമന്ത്രി അടക്കം ഈ കാര്യങ്ങൾ ശരിവെച്ചെന്നിരിക്കെ ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷം പറയുകയാണ്, ഒന്നാകെ ഇന്ത്യയിൽ ആർക്കും എക്സംഷൻ കൊടുക്കാതെ ഒന്നാകെ ഈ പരിപാടി നിർത്തുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് പറയുകയാണ്, അയ്യോ ഞങ്ങളുടെ GST കോമ്പൻസേഷൻ നിർത്തുന്നേ. ഇത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് കൊടുക്കുകയും കേരളത്തിനത് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഇതും തട്ടിപ്പാണ്. ഇതേപോലെ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഡിവിസിബിൾ പൂളിൽ നിന്ന് കേരളത്തിന് നൽകുന്ന പണം, അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശതമാനം വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അർഹതയുള്ള പണം ഇത്ര കോടിയാണ്, പക്ഷെ ഇത്ര കോടി മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് നമ്മൾ പറയുകയാണ്. ഈ കണക്ക് എവിടെ നിന്നാണ്? 10th ഫൈനാൻസ് കമ്മീഷനാണ്. നിലവിലോ 15th ഫൈനാൻസ് കമ്മീഷൻ. 15th ഫൈനാൻസ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്ന അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ച് കേരളത്തിന് എത്രയാണ് കിട്ടേണ്ടത് എന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള 10th ധനകാര്യ കമ്മീഷന്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് ഇത്രയാണ്, അർഹത ഇത്രയാണെന്ന്. ഇതെന്തിനാ പറയുന്നത്? ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യാത്തത് കൊണ്ടോ, അതായത് ഈ നികുതി പിരിവ് ശക്തമാക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ആയുഷ്മാൻ ആരോഗ്യമന്ത്രിന്റെ കാര്യത്തിലാണെങ്കിൽ കോബ്രാൻഡിംഗ് ഗൈഡ് ലൈൻസ് കംപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് കൃത്യമായി ചെയ്യാതെ കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ അണികളോടും പ്രവർത്തകരോടും അനുഭാവികളോടും ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, പൊതുജനങ്ങളോട് കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുന്നു എന്നുള്ള ഒരു കള്ളക്കഥ പറയുന്നതിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുകയാണ്. എന്നാൽ ഇതേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം അനുവദിച്ചു കിട്ടണം, GSTയുമായി ബന്ധപ്പെട്ട ഇന്ന ആശങ്കകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ മന്ത്രിമാർ, കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാർക്ക് കത്തയക്കുന്ന സമയത്ത് ആ കത്തിൽ ഇതിനെപ്പറ്റി മെൻഷനേ ഇല്ല. ഇങ്ങനെ അയക്കുന്ന കത്തുകൾ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കത്തുകളിൽ ഒന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത് ഇത്രയാണ്, പക്ഷേ ഇത്രേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നില്ല. കാരണം എന്താ? 10th ഫൈനാൻസ് കമ്മീഷന്റെ കണക്കിലല്ല 15th ഫൈനാൻസ് കമ്മീഷനിൽ നൽകേണ്ടത് എന്ന് കത്ത് അയക്കുന്നയാളിനും കത്ത് വായിക്കുന്നയാളിനും ബോധ്യമുള്ളത് കൊണ്ട് അവിടെ ഉടായ്പ പറ്റില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി മിണ്ടാറില്ല. ഈ GST കോമ്പൻസേഷന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ശ്രീ പണിക്കർ ഈ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അടുത്ത് പോയി വേണമെങ്കിലും സമരത്തിനിരിക്കാം എന്നൊക്കെ തരത്തിലുള്ള വാചാടോപങ്ങൾ നടത്തുന്നത്? ഇത് ആരെയാണ് ഇവർ പറ്റിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. ഇത് സംഘികൾ ഹൈജാക്ക് ചെയ്ത സമരം എന്ന രീതിയിലാണ് ഇവർ കാണുന്നത്. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ആയിരിക്കെ ഇവരെ തന്നെ ഡിഫെൻഡ് ചെയ്യുകയാണോ? അത് എന്താണ്? അത് ഈ ഡേറ്റ പുറത്തു വരില്ല എന്നുള്ള കോൺഫിഡൻസ് ആണോ ഇതിലെ അവർക്ക് പിന്നിലുള്ളത്? അതായിരിക്കാം ഒരു പക്ഷേ. കാരണം ഇവർ പുറത്തു വിട്ടെങ്കിൽ മാത്രമേ അത് ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം. പിന്നെ പുറത്തു വന്നിരിക്കുന്നത് പോലും അവർക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതല്ലേ, CAG റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. കോവിഡ് സമയത്ത് നമ്മൾ നടത്തിയിരുന്ന പർച്ചേസ് എന്ന് പറയുന്നത് എത്രത്തോളം എക്സസ് ആയിരുന്നു, എത്ര വലിയ ഇറഗുലാരിറ്റി ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കണക്ക് C&AG പുറത്തുവിട്ടിട്ടുണ്ട്. C&AG പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്, ആധികാരികമായിട്ടുള്ള കണക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, മറ്റൊരു സാഹചര്യമായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരാണ്. നിയമസഭയിലെ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട് വിവിധ ചാനലുകൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കോടതിയിൽ പോയിട്ട് ഇവർ പറഞ്ഞിരുന്നത് എന്താണ്? ഈ പ്രചരിപ്പിക്കുന്ന വീഡിയോകളെല്ലാം വ്യാജമാണ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ ലൈവായിട്ട് കാണിച്ചിരുന്ന വിഷ്വൽസ് ഒക്കെയും വ്യാജ നിർമ്മിതിയാണ് എന്ന് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള സങ്കോചവും, ഉളുപ്പ് എന്ന വാക്കാണ് കൂടുതൽ വേണ്ടത്, പക്ഷേ യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം, നമ്മൾ പറയുന്നതെല്ലാം തന്നെ അതേപോലെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള തോന്നലാണ്. 2 ഉദാഹരണം പറയാം. ഒന്ന്, JP നഡ്ഡയുടെ പ്രസ്താവന രാജ്യസഭയിൽ വന്നതിന് ശേഷം ഇന്നലെ വൈകുന്നേരം നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത് വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ ഇത് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പ്രശ്നം, അവിടെ ഒരു സ്വാഭാവികമായ ഒരു സാധാരണക്കാരന് വേണ്ട ഒരു സംശയമുണ്ട്. അപ്പോൾ വേതനം വർദ്ധിപ്പിക്കാമെന്ന് JP നഡ്ഡ പറയുന്നു, അതുമായി ബന്ധപ്പെട്ടപ്പോൾ തീരുമാനം എടുക്കേണ്ടുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണെന്നുള്ളൊരു വ്യംഗ്യ അർത്ഥം അവിടെ വന്ന് ഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ ഡെസ്കിലിരുന്ന് സംസാരിക്കുമ്പോൾ പോലും അപ്പോൾ ഇത് ആരുടെ
പവർ ഓഫ് ആരുടെ പവർ ആണ് ഇത് എന്നുള്ളതാണ്. മാത്രമല്ല ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, ഇപ്പോ സമരത്തിന് ഇരിക്കേണ്ടി വന്നു ഈ പറയപ്പെടുന്ന വളരെ പാവപ്പെട്ട ഈ സ്ത്രീകൾക്ക് 3 മാസത്തെ കുടിശ്ശിക കിട്ടാൻ വേണ്ടി. അപ്പൊ സമരത്തിന് എഴുന്നേന്റെ ഒരാഴ്ചക്കുള്ളിൽ അത് കൊടുക്കാൻ കേരള സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആരുടെ ഭാഗത്തെ വീഴ്ചയായിരുന്നു? അതായത് ഇവരെ പറ്റിച്ചാൽ ആരും ചോദ്യം ചെയ്യില്ല എന്നൊരു കൃത്യമായ ബോധവും ഇവർക്കുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടി പറയാമോ? കേന്ദ്ര സർക്കാർ പറയുന്നത്, ഇപ്പം വീണ ജോർജ് പറയുന്നല്ലോ, അവർ വേതനം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും നേരത്തെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ്. ഇത് പുറം ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, വേതനം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ നടയിലല്ല സമരത്തിനിരിക്കേണ്ടത്, ഡൽഹിയിലാണ്. വേണമെങ്കിൽ ഞാൻ കൂടി സമരത്തിന് വരാം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു. കേന്ദ്രം തന്നെ സമ്മതിക്കുന്നു, ഞങ്ങൾ കൊടുക്കുന്നത് കുറവാണ്, കൂട്ടാം എന്നുള്ള രീതിയിലത്തേക്കാണ് ഇത് പൊതുവെ പുറത്തുള്ള ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കേൾക്കുന്നത്. സത്യത്തിൽ കേന്ദ്രമന്ത്രി പറയുന്നത് അവർക്ക് കൺട്രോൾ ഉള്ള മേഖലയിലെ കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഫൈനാൻഷ്യൽ പാർട്ടിൽ കേന്ദ്രം എത്രയാണ് തീരുമാനിക്കുന്നത്, സംസ്ഥാനം എത്രയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് സിക്കിം ഒരു റേറ്റ് കൊടുക്കുന്നതും നമ്മളൊരു റേറ്റ് കൊടുക്കുന്നതും. അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കേന്ദ്രം നൽകുന്ന ഇൻസെൻറ്റീവ് കമ്പോണൻ്റ് ഉണ്ട്. ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ് ഉണ്ട്, വേരിയബിൾ ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്, 2000, 1000 കൂടി. അപ്പോൾ നമ്മൾ പറയുന്നത് ആ ഒരു എമൗണ്ട് ആണ്. ആ എമൗണ്ടിൽ എത്രത്തോളം വ്യത്യാസം വരുത്താനായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിക്കും എന്നുള്ളതാണ്. വേണമെങ്കിൽ ഈ 2000 അല്ലെങ്കിൽ 3000 എന്ന് പറഞ്ഞതിനെ 4000 അല്ലെങ്കിൽ 5000 ആക്കാം. പക്ഷേ എന്ന് കരുതി സംസ്ഥാനം കൊടുക്കുന്ന 7000 അവിടെ മാറുന്നില്ല. അപ്പോൾ സംസ്ഥാനം കൂടി ഈ വലിയ കമ്പോണന്റ്, അതായത് ഇപ്പോൾ 10000 ആണ് എങ്കിൽ അതിൽ 30% മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിൻ്റെത്. കേരളത്തിൻ്റെതാണ് 70%. ആ വലിയ ശതമാനത്തിനെ വർദ്ധിപ്പിക്കാതെ ഇവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 3000 രൂപ കേന്ദ്രം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 50% വർധന വന്നാൽ പോലും 4500 രൂപയെ ആകുന്നുള്ളൂ. ബാക്കി എത്ര രൂപ വേണം? ഏതാണ്ട് 16500 രൂപ സംസ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാൾ ഏതാണ്ട് 10000 രൂപ അഡീഷണൽ ആയിട്ട് സംസ്ഥാന സർക്കാർ തന്നെ കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെപ്പറ്റി മിണ്ടുന്നില്ല. പകരം ഇത് തൽക്കാലത്തേക്ക് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി കേന്ദ്രം കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. കേന്ദ്രം കൂട്ടാൻ പറ്റുന്നത് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ചെറിയ കമ്പോണന്റ് മാത്രമാണ് എന്നുള്ളത് എല്ലാ ആൾക്കാരും തിരിച്ചറിയേണ്ടതാണ്. 2, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരം ഭാഗികമായി വിജയിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ 2 ഭാഗത്തും അനക്കമുണ്ടായെങ്കിൽ മാത്രമേ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിലേക്ക് വലിയ സമ്മർദ്ദമൊന്നും തന്നെ ചെലുത്താനായിട്ട് ഇവർ അവിടെ പോയി സമരം ചെയ്യേണ്ടുന്ന ആവശ്യമൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും കേന്ദ്രമന്ത്രി പറയുന്നു അത് ഫൈനാൻഷ്യൽ പാർട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അതിന് അപ്രൂവൽ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അത് എൻഹാൻസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇവിടെ കേന്ദ്ര സർക്കാർ ഈ സമരവുമായി സമരസപ്പെടുന്നു, ഇവരുടെ ഡിമാൻഡ് ലെജിറ്റിമേറ്റ് ആണ് എന്ന് വരുന്നു. മേജർ പാർട്ടി ഇവിടെ കിടക്കുക. നമ്മളിതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഇതുവരെയും എന്തെങ്കിലും രീതിയിലേക്കുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? അതായത് ഇവർക്ക് പെൻഡിങ് ആയിരുന്ന 2-3 മാസത്തെ ശമ്പളം പോലും ഈ സമരത്തിന്റെ സാഹചര്യത്തിലാണ് കൊടുക്കേണ്ടി വന്നത്. ഇവർ സമരം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എത്ര കാലം ഇവിടെ കിടക്കുമായിരുന്നു അല്ലേ? ഇപ്പോൾ KSRTCയിലൊക്കെ എങ്ങനെയാണ് ശമ്പളവും അസ്ഥിരതയും ഒക്കെ ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞത് ഇവരെ പണിമുടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കാണുകയും ഇവർ വന്ന് സമരത്തിൽ നിൽക്കുകയും അതിന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുകയും ചെയ്തപ്പോൾ ഉണ്ടായ സമ്മർദ്ദം കൊണ്ടാണ് നമ്മളിവിടെ അവസാനം തീരുമാനിക്കുന്ന ശരി കൊടുത്തേക്കാം എന്ന രീതിയിലേക്ക് തീരുമാനിക്കുന്നത്. പക്ഷെ ആ സമയത്ത് പോലും ഇവരുടെ ഡിമാൻഡുകൾ ലെജിറ്റിമേറ്റ് ആണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടോ അതിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നതിനെപ്പറ്റി സംസാരിക്കുന്നതിന് ഇവർ തയ്യാറാകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളോട് ചേർന്ന് നിൽക്കാൻ തൊഴിലാളി വർഗ പ്രസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാനത്തിന് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത് സിക്കിം ഭരിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനമല്ല, ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനമല്ല, കേന്ദ്രത്തിലെ ഈ പറയുന്ന നവഫാഷിസ്റ്റ് എന്നൊക്കെയാണല്ലോ ഇപ്പോൾ ഇവർ പറയുക. അപ്പോൾ ആ നവഫാഷിസ്റ്റുമായി ചേർന്ന് നിൽക്കുന്ന ചന്ദ്രബാബു നായിഡു ഭരിക്കുന്ന സ്ഥലത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? അവിടെ കൊടുത്തിരിക്കുന്നത് 10000 രൂപയാണ് പ്രതിമാസം. അതുകൂടാതെ അവർക്ക് വേറെ സേവറൻസ് ബെനിഫിറ്റ് ഉണ്ട്, 1.5 ലക്ഷം രൂപയുടെ ഗ്രാറ്റുവിറ്റി ഉണ്ട്. അതുകൂടാതെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ഇവർക്ക് നൽകുമെന്ന് പറയുന്നുണ്ട്. മിഡ്വൈഫറി പോലെയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവർക്ക് പ്രാഥമികമായിട്ടുള്ള പരിഗണന നൽകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള നയങ്ങളൊക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇവിടെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന എന്ന് പറയപ്പെടുന്ന, അവർക്ക് വേണ്ടി സമരങ്ങൾ നയിച്ച് ജയിപ്പിച്ച പാരമ്പര്യമുള്ള ആൾക്കാർക്ക് ഇതിലിടപെടേണ്ട. അതിൽ വിദ്യാർത്ഥി പ്രസ്ഥാനമില്ല, യുവജന പ്രസ്ഥാനമില്ല, തൊഴിലാളി പ്രസ്ഥാനമില്ല, ആരുമില്ല. എന്നിട്ട് അവർ തന്നെ ലേഖനങ്ങൾ കാണ്ടമായിട്ട് എഴുതി വിടുന്നതിലെല്ലാം തന്നെ പറയുന്നത് എന്താണ്? ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് പാട്ടകൊട്ടലുകാരുടെ സമരമാണ്. ഈ പാട്ടകൊട്ടല്, ബക്കറ്റ് പിരിവ് എന്നൊക്കെ പറയുന്നത് CPM ഇപ്പോൾ വലിയ അലർജിയാണ് എന്ന് തോന്നും. ഈ പാർട്ടി വളരുന്നത്, ഈ പ്രസ്ഥാനം വളരുന്നതൊക്കെ തന്നെ ഈ രീതിയിലാണ് എന്നതിനെപ്പറ്റി ഇവരൊക്കെ തന്നെ മറന്നു പോവുകയാണ്. വർഗ സമരം എന്നൊക്കെ പറയത്തില്ലേ? ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ
ഇവർക്ക് കിട്ടുന്ന പണം വളരെ പരിമിതവും, കേരളത്തിൽ കിട്ടുന്ന 21,000 രൂപ എന്ന് പറയുന്നത് സ്വർണ്ണം, അല്ലെങ്കിൽ 7,000 രൂപ എന്ന് പറയുന്നത് സ്വർണ്ണ നാണയവുമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് CITU പോലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CITU പലപ്പോഴും ഇവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് അഫിലിയേറ്റഡ് ആയിട്ടുള്ള സംഘടനകളില്ല, SFIയും DYFIയും സ്വതന്ത്ര സംഘടനകളാണ്, CITU ഞങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരല്ല, ആശയപരമായിട്ട് യോജിപ്പ് കാണും, പക്ഷേ തീരുമാനങ്ങൾ സ്വതന്ത്രമാണ്. എന്നിട്ട് എന്താ ഈ CITU പറയാത്തത്? ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന്. അപ്പോൾ CITU നയിച്ച സമരങ്ങൾ മാത്രമേ വിജയിക്കാവൂ എന്നൊരു മുൻധാരണ ഇവർക്കുണ്ടോ? അതുകൊണ്ടാണോ CITU സമരരംഗത്ത് ഇല്ലാത്തപ്പോൾ ശരി എങ്കിൽ പിന്നെ ഞങ്ങൾ ചർച്ചയ്ക്കും തയ്യാറല്ല, ഞങ്ങൾ നിങ്ങളുടെ ഡിമാൻഡും അംഗീകരിക്കില്ല? അതുകൊണ്ടാണ് CITU നേതാവ് ഓടി അയക്കുന്നത്, ആരും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അവർക്ക് ആരുടെ എന്താണ് കൊണ്ടൂവലാണ് സമരവിജയങ്ങൾ എന്നുള്ളത് ഇവിടെ നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഏരിയയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അടിച്ചോടിക്കും. അവിടെ അതായത് CPMന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരെ മാത്രമാണ് ഇവർ തൊഴിലാളികളായി കൺസിഡർ ചെയ്യുന്നതെന്നാണ് ഞാൻ ഇത്രയും നാൾ കേരളത്തിൽ ജീവിച്ചിട്ട് മനസ്സിലാക്കിയത്. അല്ല, അതാണ് ഇതിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയും അതാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ CITUവിൻ്റെ ദേശീയ സെക്രട്ടറി ദേശാഭിമാനിയിൽ എഴുതിയ 2 ലേഖനം ഞാൻ വായിച്ചു. ആ 2 ലേഖനങ്ങളിൽ ഒരു ഭാഗത്ത് അവർ പറയുന്നത് 21,000 രൂപ പ്രതിമാസം കിട്ടുക എന്ന് പറയുന്ന ഡിമാൻഡ് ലെജിറ്റിമേറ്റ് ആണ്. അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന രീതിയിലത്തേക്ക് അവർക്ക് പണം കിട്ടുക എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇവർ ഉന്നയിക്കുന്ന 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളും ന്യായമാണ് എന്ന് CITUവിൻ്റെ ദേശീയ സെക്രട്ടറി പറയുകയാണ്. എന്നിട്ട് അതേ ലേഖനത്തിൽ തന്നെ പക്ഷേ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുകയാണ്. ഇത് രണ്ടും കൂടി എങ്ങനെ ഒത്തുപോവുക? ഒന്നുകിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായിരിക്കണം, അതല്ല എങ്കിൽ ഇത് ന്യായമായിരിക്കണം. ഈ ന്യായവും രാഷ്ട്രീയ പ്രേരിതവും കൂടെ ഒന്നിച്ചു വന്നാലും കുഴപ്പമില്ലല്ലോ. പക്ഷെ ന്യായമായ അവകാശങ്ങളും ആവശ്യങ്ങളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതേ നാക്കുകൊണ്ട് ഒരു ശ്വാസം കഴിയുമ്പോഴേക്കും ഇത് മാറ്റി പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത്, സമരം രാഷ്ട്രീയ പ്രേരിതമായിക്കോട്ടെ, പക്ഷെ അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എത്രത്തോളം ലെജിറ്റിമേറ്റ് ആണ്? അതോ ഈ ആശാ വർക്കർമാർക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും അവരുടെ സേവനത്തിന് സംസ്ഥാന സർക്കാർ കൽപ്പിക്കുന്നില്ലേ? പ്രതിദിനം സർക്കാർ 232 രൂപ കൊടുത്താൽ മതി അവരുടെ സേവനത്തിന്, അതിനുള്ള സേവനം മാത്രമേ നൽകുന്നുള്ളൂ എന്നാണോ? നമ്മളെപ്പോഴും ഒരാൾക്ക് പ്രതിഫലം കൊടുക്കുക എന്ന് പറയുമ്പോൾ സേവനത്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണല്ലോ കൊടുക്കുക. അപ്പോൾ ആരോഗ്യരംഗത്തെ നമ്പർ 1 കേരളം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ആശാവർക്കർമാരുടെ കോൺട്രിബ്യൂഷൻ ഇത്രയും കുറവാണ്. ഒരു ദിവസം 232 രൂപ കിട്ടാൻ മാത്രമുള്ള സേവനം മാത്രമേ അവരുടെ ഭാഗത്തു നിന്നുള്ളൂ, അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പോലും കിട്ടാൻ അർഹതയുള്ള ആൾക്കാരല്ല എന്ന രീതിയിലത്തേക്ക് സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ നമ്മുടെ ഈ സർക്കാർ മേഖലയിലുള്ള ആരോഗ്യ സംവിധാന രംഗം എന്ന് പറയുന്നത് അമ്പേ തെറ്റാണ്, പരാജയമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. നമ്മുടെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ നേട്ടങ്ങൾക്കും കാരണം സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ സംവിധാനങ്ങളുമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം മറവിൽ സംസ്ഥാന സർക്കാരിൻ്റെ, നമുക്കറിയാമല്ലോ പല സ്ഥലങ്ങളിലും മരുന്ന് പോലും കൃത്യമായിട്ട് വാങ്ങി വെക്കാനായിട്ട് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കഴിയുന്നില്ല എന്ന രീതിയിലേക്കുള്ള ശക്തമായ ആരോപണമുണ്ട്. മന്ത്രി തന്നെ നടത്തിയിരിക്കുന്ന പല റെയ്ഡുകളിലും പല സ്ഥലങ്ങളും ഒന്നുമില്ല എന്നെല്ലാം കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ കൺട്രോൾ മന്ത്രിയുടെ കയ്യിലാണെങ്കിൽ പോലും അവിടെയുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് ദേഷ്യപ്പെടുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് വീടാന്തരം കയറിയിറങ്ങി കോവിഡ് സമയം ഉൾപ്പെടെയുള്ള സമയത്ത് ഏറ്റവും നിസ്തുലമായിട്ടുള്ള സേവനം കാഴ്ചവെച്ചിരിക്കുന്ന കേന്ദ്രമന്ത്രി തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതാക്കളുടെയും ശിശുക്കളുടെയും ജീവനെ സംരക്ഷിക്കുന്ന ആൾക്കാർ എന്ന രീതിയിലത്തേക്ക് ഇവരുടെ സ്ഥാനത്തിനെ എലവേറ്റ് ചെയ്യുമ്പോഴാണ് അല്ല പ്രതിദിനം 232 രൂപയ്ക്കുള്ള അർഹത മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന രീതിയിൽ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം പറയുന്നത്. പാടത്ത് ജോലി, വരമ്പത്ത് കൂലി എന്നൊക്കെ പണ്ട് മുതൽ തന്നെ പറയുന്ന ആൾക്കാരാണ് ഇത്ര മതി എന്ന രീതിയിലത്തേക്ക് പറയുന്നത്. അത് വലിയ കഷ്ടമാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും ശ്രീ പണിക്കർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു കോവിഡ് കാലം നമ്മൾ ഒരുപാട് തവണ ലോക്ക്ഡൌണിൽ ഇരുന്ന ഒരു ജനവിഭാഗമാണ്. നമ്മളൊക്കെ വീട്ടിൽ സേഫായി ഇരുന്ന് ഭക്ഷണം കഴിച്ച് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിച്ചു പോയപ്പോ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് സംവിധാനങ്ങൾ വേണോ, പ്രതിരോധ മരുന്നുണ്ട്, അല്ലെങ്കിൽ വാക്സിനേഷന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു പോയ ഒരുപാട് ചേച്ചിമാരെ എനിക്കറിയാം. അവരും ഇപ്പോ ഈ തിരുവനന്തപുരത്ത് ഞാൻ എല്ലാ ദിവസവും വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്. തിരുവനന്തപുരം സെക്രട്ടറി കഴിഞ്ഞ ഒരു മാസമായി ഇരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ജോലി ഉണ്ടാകുമോ എന്ന് പോലും അതൊരു പെർമനന്റ് അല്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ ഒരു ആരോപിക്കുന്നത് കൊണ്ട് തന്നെ CPMനെ പോലെ വലിയ പാർട്ടിയുടെ പിന്തുണ ഇല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവർക്ക് തിരിച്ചു പോയി കഴിയുമ്പോൾ നാട്ടിൽ നിന്ന് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. ഇവരെ പാർട്ടി ഒറ്റപ്പെടുത്തും. അതുമായി ബന്ധപ്പെട്ട എല്ലാ കോൺസിക്വൻസസും പറഞ്ഞിട്ട് തന്നെയാണ് ഇനിയെങ്കിലും ഉള്ള ആളുകൾക്ക് ഇത് ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ വേതനം വർദ്ധിപ്പിക്കട്ടെ എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരത്തൊക്കെ ഒരു വീട് വാടക കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10,000 രൂപയാണ്. ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ട്. ആ നാട്ടിലാണ് കേവലം 7,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് താഴെ മാത്രം അത് 30 ദിവസം പണിയെടുത്താൽ, ഫുൾ ടൈം പണിയെടുത്താൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി യാചിക്കേണ്ടി വരിക, ഒരു മാസമായി ഒരു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത്രത്തോളം ഗതികേട് ഒന്നുമില്ല.
ഞാൻ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഇവർ സ്വയം അവകാശപ്പെടുന്നത് തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷെ അവകാശപ്പെടുന്ന കാര്യങ്ങളിലെങ്കിലും ഒരു നീതിബോധം തോന്നുന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കണം. എന്തായാലും നമ്മളെ കൊണ്ട് മാധ്യമങ്ങൾ എന്ന രീതിയിലും സാമൂഹിക വക്താവ് എന്ന രീതിയിലും സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ശ്രീതു പണിക്കരുടെ വാചകങ്ങളൊക്കെ എന്തായാലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക. ഒരുപാട് നന്ദി ശ്രീതു പണിക്കർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.